എന്ത് മനോഹരമായ സ്ഥലം. ഇവിടെ തന്നെ താമസിക്കാൻ തോന്നുന്നു. നീ പറഞ്ഞത് ശരിയാണ് മോട്ടു. നമ്മൾ 4 പേരും ഇവിടെ തന്നെ നിൽക്കണമെങ്കിൽ എന്ത് രസമായിരിക്കും അല്ലേ? നമ്മൾ 4 പേരല്ല 5 പേരുണ്ട്. നമ്മുടെ ചായക്കട ചേട്ടനെയും കൊണ്ടുവരണം. ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് സമൂസ ആരുണ്ടാക്കി തരും? പൊളിച്ചെടുത്തല്ലോ. ഇത്രയും സുന്ദരമായ സ്ഥലത്തും നിനക്ക് സമോസയുടെ ചിന്ത മാത്രമേ ഉള്ളൂ. വന്നേ നമുക്ക് ടെന്റ് കെട്ടാം. പൊളിച്ചെടുത്തല്ലോ. ഓയ്, മോട്ടൂനെ കൊണ്ട് ടെന്റ് കെട്ടാനൊന്നും കൊള്ളില്ല. അവന് സമോസ കഴിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. നിന്റെ കണ്ണ് എവിടെയാണോ? ഇനി നമുക്ക് റിസ്ക് എടുക്കുന്നൊന്നും വേണ്ട. വലിച്ചു കെട്ടുന്നതേ സ്വയം ചെയ്താ മതി. വരൂ. കയറ് നല്ലോണം മുറുക്ക പിടിച്ചോ, അല്ലെങ്കിൽ ടെന്റ് പറന്നു പോകും. എന്റെ രോഗികളാണ് സത്യം. ഇനി ഞാൻ ഒരിക്കലും ട്രെക്കിങ്ങിന് വരില്ല. വന്നാൽ തന്നെ ടെന്റ് കെട്ടാൻ കൂടില്ല. ടെന്റ് കെട്ടാൻ കൂടിയാലും കയറ് ഞാൻ പിടിക്കില്ല. കയറ് പിടിച്ചാലും മുറുക്ക പിടിക്കില്ല. പൊളിച്ചെടുത്തല്ലോ. ഡോക്ടർ ചട്ക, നിങ്ങളൊന്ന് തെളിച്ച് പറഞ്ഞേ. എന്താ ചെയ്യേണ്ടത്, എന്താ ചെയ്യാൻ പാടില്ലാത്തതെന്ന് എന്നെ ഇങ്ങനെ കൺഫ്യൂസ് ചെയ്യല്ലേ. ചെക്കിംഗ് ഭൂമിയിലല്ലേ ചെയ്യേണ്ടത്. ഇപ്പൊ ആകാശത്തും ഇങ്ങനെയൊക്കെ ആയോ? എന്റെ മോട്ടോ, നീ എന്തെങ്കിലും ഒന്ന് വേഗം ചെയ്യേ. ഞാൻ എന്ത് ചെയ്യാനാ? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? നീ തന്നെ ആലോചിക്കേ. ആലോചിക്കാനൊന്നും നേരമില്ല. ഒന്നേ ചെയ്യാനുള്ളൂ. കയറ് മുറുക്ക പിടിച്ചോ. പൊളിച്ചെടുത്തല്ലോ. മുറുക്ക പിടിക്കണമെന്ന് പറഞ്ഞതാണല്ലോ. ഇപ്പൊ മുറുക്ക പിടിച്ചിട്ടൊന്ന് പറക്കാണല്ലോ. രക്ഷിക്കണേ, ആരെങ്കിലും രക്ഷിക്കണേ, രക്ഷിക്കണേ. നിർത്ത. കാടിനെ തീ വെക്കുന്നതിൽ എനിക്ക് 20 കൊല്ലത്തെ അനുഭവം ഉണ്ടല്ലോ. കാടിനെ അല്ല തീ വെക്കാൻ പറഞ്ഞത്, ഈ വിറകിനെ തീ വെക്കാൻ പറഞ്ഞത്. അത് തന്നെയാണ് ഞാനും പറഞ്ഞു വരുന്നത്. ദാ നോക്കിക്കോ, ഈ കല്ലിന്റെ ഏത് ഭാഗത്ത് കൂടെയാണ് തീ വരുന്നതെന്ന്. എടോ കസീട്ടാറാമേ, ജീവിതകാലം മുഴുവനും ഇങ്ങനെ കല്ല് വരച്ചോണ്ട് നടന്നാ മതിയോ? നമ്മുടെ കൂടാരത്തിൽ മണ്ണെണ്ണയുണ്ട്. ഞാൻ പോയി എടുത്തോണ്ട് വരാം. അതൊഴിച്ചാൽ കുറച്ചുകൂടെ നല്ലോണം കത്തും. നിക്ക്, മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുന്നതിൽ എനിക്ക് 20 കൊല്ലത്തെ അനുഭവം ഉണ്ട്. പൊളിച്ചെടുത്തല്ലോ. നിനക്ക് ആളെ കൊല്ലുന്ന കാര്യത്തില് 20 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളത്. പൊളിച്ചെടുത്തല്ലോ. ഇല്ല, എനിക്ക് അതിനില്ല. അമ്മേ രക്ഷിക്കണേ, എന്റെ നടു ഒടിഞ്ഞു. ഈ സമൂസ നല്ലോണം മൊരിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ കഴിക്കും ഒരു സുഖം കിട്ടൂലെന്നേ. ഇവന്റെ ബാഗ് മുഴുവനും സമൂസ ആയിട്ടാ വന്നിരിക്കുന്നേ. ഇവന്റെ സാധനങ്ങൾ മുഴുവനും എന്റെ ബാഗിലാ കുത്തി കയറ്റിയിരിക്കുന്നേ. ഓയ്, നമുക്ക് ആ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് നോക്കിയാ ലോകം സ്വർഗതുല്യമായി കാണപ്പെടും. സ്വർഗം കാണാൻ ഇങ്ങനെ ഇറങ്ങി തിരിച്ചാലേ മുകളിലെത്തുമ്പോഴത്തേക്കും നമ്മളൊക്കെ സ്വർഗവാസികളായി തീരും. എന്തൊരു ഉയരവാ നോക്കിയേ. എന്നെ കൊണ്ടൊന്നും വയ്യ. പൊളിച്ചെടുത്തല്ലോ. മോട്ടോ, നീ അതിനെ കുറിച്ച് വെറുതെ വിഷമിക്കണ്ട. ഞങ്ങള് നിന്നെ കയറിൽ വലിച്ചിങ്ങനെ കേറ്റിക്കോളാം. എങ്കിൽ ശരി, ഞാൻ വരാം. ഇതുപോലെയുള്ള ചെറിയ പർവ്വതങ്ങളൊക്കെ എന്തിനാ പേടിക്കുന്നേ? ഓയ് മോട്ടു, എന്റെ ബ്രോ, സോറി. എന്റെ ഗരുഡദേവാ, നീ ഞങ്ങളെ രക്ഷിച്ചിരിക്കുന്നു. എവിടെയെങ്കിലും നല്ലൊരു സ്ഥലത്ത് കൊണ്ടുപോയി ഇറക്കണേ എന്റെ ഗരുഡ ദേവാ. ഇതെന്താ? അതിന്റെ കുഞ്ഞുങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആക്കാനാണ് നമ്മളെ കൊണ്ടുവന്നത്. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ മോട്ടോ? എന്തെങ്കിലും ഒന്ന് ചെയ്യേ. ഞാൻ എന്താ ചെയ്യാ? നിനക്കറിഞ്ഞൂടെ വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന്? നീ തന്നെ ആലോചിക്കേ. ഇപ്പൊ വയറ് നിറയാൻ പോകുന്നത് ഈ പരുന്തും കുഞ്ഞിന്റെയാ. അതെ, നിങ്ങൾ എന്തായി ചെയ്യാൻ പോകുന്നത്?
അതിന്റെ വായിൽ നിന്നും ഇപ്പൊ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേ മതിയാകൂ. അപ്പോ ഈ എന്നെ ആരാ രക്ഷപ്പെടുത്തുക? എത്രയും പെട്ടെന്ന് ഈ കൂടിന് പുറത്ത് കടക്കാം നോക്കാം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുണ്ട് വീഴുന്നത് ഇതിന് നല്ല രസമായിട്ട് തോന്നുന്നുണ്ട്. എങ്കിൽ പിന്നെ നമുക്ക് കുറച്ചുകൂടെ ഉരുണ്ട് കളിച്ചാലോ? വരൂ, നമുക്ക് കുറച്ചുകൂടെ അതിനെ സന്തോഷിപ്പിക്കാന്നേ. താങ്ക് യു ചങ്ങായി, നീ വളരെ നല്ലൊരു കുട്ടിയാണ്. ഇതിനെ വേഗം തിരികെ കൂട്ടിലാക്കിയിട്ട് വരാം, അല്ലെങ്കിൽ തള്ളപ്പരുന്ത് കരുതും ഇതിനെ നമ്മള് ഇവിടെ നിന്നും കൊണ്ടുപോയി ഉപദ്രവിച്ച് കളയോന്ന്. അങ്ങനെ എങ്ങാനും സംഭവിച്ച നമ്മുടെ കാര്യം പോക്ക. ഇത് എത്ര നല്ല കുട്ടിയാ അല്ലേ? ഇതിനെ കണ്ടില്ലെങ്കിൽ ഇതിനെ തള്ളപ്പരുന്ത് ഒരുപാട് വിഷമിക്കും അല്ലേ പത്ലു? പത്ലു, നിന്റെ നിഴൽ നിന്നാ പത്ലു ഇത്രയും വലുപ്പം? നീയൊന്ന് മേലേക്ക് നോക്ക്, അപ്പം നിനക്ക് മനസ്സിലാവും ഇതെന്താന്ന്. അത് നമ്മളുടെ തലയ്ക്ക് മുകളിൽ തന്നെ ഉണ്ടല്ലോ. എന്റെ മോട്ടോ, നീ പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് ആലോചിക്കേ, അല്ലെങ്കിൽ കഴുത്തിന് മുകളിൽ തല കാണില്ല. എന്റെ പത്ലു, ഞാൻ എന്ത് ആലോചിക്കാനാ? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ ആലോചിക്കന്റെ പത്ലു. ഐഡിയ. ആലോചിക്കാൻ സമയമില്ല, ഒളിമ്പിക്സിൽ ഓടാണെന്ന് കരുതി ഓടിക്കോ. എന്റെ മോട്ടോ, ഇത്രയ്ക്ക് വേഗത വേണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്റെ കാവിലമ്മേ, രക്ഷപ്പെട്ടു. നമ്മളിപ്പോ ഏതോ ഗുഹയിലാണെന്ന് തോന്നുന്നു. വാ, നമുക്ക് പുറത്തിറങ്ങി നോക്കാം ആ പരുന്ത് പോയോ ഇല്ലയോന്ന്. പൊളിച്ചേ, ഗരുഡ റാണി പോയി പത്ലു. എന്റെ അമ്മേ. അതാ പോകുന്നു മോട്ടുവും പത്തലും. പൊളിച്ചെടുത്തല്ലോ. ആ പരുന്ത് അവരെ പുറകെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. എടോ കസീട്ടാറാമേ, ഇത്രയും വലിയ മാർഗങ്ങളൊക്കെ എവിടുന്നാണോ ചാടി വീഴുന്നത്? ഓരോരോ തൊന്തരവ് വന്ന് ചാടിക്കോളും. വേഗം വേഗം, അത് നിങ്ങളുടെ പുറകെ തന്നെയുണ്ട്. പൊളിച്ചേ, ഡോക്ടർ ജക്ക, ആദ്യമായിട്ടാ നിങ്ങളുടെ കണ്ടുപിടുത്തം മറ്റുള്ളവർക്ക് ഉപയോഗപ്പെടുന്നത്. വല്യേട്ടാ, രക്ഷിക്കൂ വേഗം. എടോ, ഇതിന്റെ വായന എന്തൊരു നാറ്റമാ. വല്ലതും തേക്കാറില്ലേ നീ? പത്ലു, എന്തെങ്കിലും ഒന്ന് ചെയ്. ഇത് എന്നെയും കൊണ്ടേ പോകുന്നാ തോന്നുന്നത്. ഞാനുള്ളിടത്തോളം കാലം നിനക്കൊന്നും സംഭവിക്കില്ല. എത്രയും പെട്ടെന്ന് ഇതൊന്ന് താഴേക്ക് പറപ്പിക്കേ. അവസാന നിമിഷത്തിൽ ഇതൊന്ന് വേഗം മേലോട്ട് പോക്ക്. പൊളിച്ചേ. എന്റെ പൊന്നെ, ഞാൻ എന്ത് ചെയ്തിട്ടാ നീ എന്റെ പുറകിൽ ഇങ്ങനെ വരുന്നേ? എനിക്കിനി ഓടാൻ വയ്യ. എന്റെ ഈശ്വരാ. മുകളിലുള്ളവനെ ശരിക്ക് വിളിച്ചോ. ഇതോടുകൂടെ നമ്മുടെ ട്രെക്കിംഗ് അവസാനിക്കുകയാണ്. അതിന് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ഓ, വിമാനം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. പൊളിച്ചെടുത്തല്ലോ. പൊളിച്ചെടുത്തല്ലോ. നമ്മളിത് വീണ്ടും ഈ പരുത്തി
സലീമിന്റെ കൂട്ടി തന്നെയാണല്ലോ എത്തിപ്പെട്ടത്. ഇതുകൊണ്ടാണ് അപ്പൊ പറയുന്നത് ലോകം ഉരുണ്ടിട്ടാണെന്നല്ലേ. പൊളിച്ചെടുത്തല്ലോ. ഇനിയിപ്പോ നമുക്ക് എന്താ സംഭവിക്കാ? സംഭവിച്ചതെല്ലാം നല്ലതിന്, ഇനി സംഭവിക്കാനുള്ളതും നല്ലതിന്. വേണ്ട. എല്ലാവർക്കും സ്വാഗതം. The name is സലീം. നാടകത്തിന്റെ പേരാണ് സലീം അനാർക്കലി. അക്ബറായി അഭിനയിക്കുന്നത് മോട്ടു, പത്ലുവാണ് അനാർക്കലി, ഖസിറ്ററാമാണ് സലീം. ഡോക്ടർ ജഡ്ക അഭിനയിക്കുന്നു ഭടനായി. ഞാൻ സിംഹാസനത്തിന്റെ പിന്നിൽ മിണ്ടാതെ നിൽക്കും. ആരെങ്കിലും തെറ്റായ ഡയലോഗ് പറഞ്ഞാലോ അല്ലെങ്കിൽ മറന്നു പോയാലോ ഞാൻ സിംഹാസനത്തിന്റെ പിന്നിൽ നിന്ന് അവർക്ക് ഡയലോഗ് പറഞ്ഞു കൊടുക്കും. ഇതിന്റെ പേരാണ് ഡയലോഗ് പ്രോംപ്റ്റിംഗ്. ഓക്കേ, ലെറ്റ്സ് സ്റ്റാർട്ട്. മഹാരാജാവ് അക്ബർ നീണാൾ വാഴട്ടെ. മഹാരാജാവേ, അങ്ങേക്കൊരു ദുഃഖവാർത്തയുണ്ട്. ദുഃഖവാർത്തയോ? ആ ചായക്കട ചേട്ടൻ കടയടച്ചു പോയോ? ചായക്കടക്കാരനല്ല. എന്റെ അമ്മോ, നിങ്ങളെ ചോദിക്കേണ്ടത് എന്താണ് ദുഃഖവാർത്ത ബടാ, പറയൂ എന്നാണ്. എന്റെ അമ്മച്ചി, എന്ത് വാർത്തയാണ് നിനക്ക് പറയാനുള്ളത് ബടാ? മഹാരാജാവേ, എന്റെ മുത്തേ, എന്റെ ചങ്കേ, എന്റെ ബ്രോ സലീം നമ്മുടെ വീട്ടുവേലക്കാരെ കല്യാണം കഴിക്കാൻ പോവാ. നിങ്ങൾ അറിഞ്ഞ മഹാരാജാവേ? എടോ, മഹാരാജാവിന്റെ മുത്തേ, ചങ്കേ, ബ്രോ എന്നൊന്നും വിളിക്കല്ലേ. ശരിക്കും മഹാരാജാവേ എന്ന് വിളിക്ക്. ശരിക്കും മഹാരാജാവ്. പിന്നെ വീട്ടുവേലക്കാരിതൊന്നും വിളിക്കല്ലേ. അനാർക്കലി എന്ന് വിളിക്ക്. വെറും അനാർക്കലി. ശരിക്കും രായാവേ, ശരിക്കും രായാവേ, ശരിക്കും സലീം നമ്മുടെ വീട്ടുവേലക്കാരെ കല്യാണം കഴിക്കാൻ പോവാ. എന്ത്? ശരിക്കും സലീമിനെയും ശരിക്കും അനാർക്കലിയെയും നമ്മുടെ മുൻപിൽ ഹാജരാക്കും. പ്രജാതൽപരൻ മഹാരാജാവ് നീണാൽ വാഴട്ടെ. പൊളിച്ചെടുത്തല്ലോ. നീ നിന്റെ വരാൻ പോകുന്ന അമ്മായപ്പന്റെ മുമ്പിലാണോ അങ്ങനെ റെക്കോർഡ് ഡാൻസ് കളിക്കാൻ പോണത്? നിനക്കൊന്നും നാണല്ലേ? എടോ, അമ്മായപ്പനൊന്നും വിളിക്കല്ലേ. മഹാരാജാവേ എന്ന് വിളിക്ക്. വെറും മഹാരാജാവ്. ശരി, അമ്മായപ്പനല്ല, വെറും മോട്ടു മഹാരാജാവ്. മഹാരാജാവിന്റെ മുമ്പിലാണോ നീ ഡാൻസ് കളിക്കാൻ പോണേ? ഓ, ഞാൻ കേട്ടത് നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിക്കാൻ പോവാന്നാണല്ലോ. കല്യാണത്തിന് സമൂസ നിർബന്ധമായിട്ടുണ്ടാവണം. നല്ല മണം. പൊളിച്ചെടുത്തല്ലോ. ഈ മഹാരാജാവ് എങ്ങോട്ടായി പോണത്? കല്യാണത്തിന് തീരുമാനം എടുക്കണ്ടേ? എന്റെ അമ്മോ, ഇവറ്റുകളൊന്നും നാടകം കളിക്കാൻ യോഗ്യതയില്ലാത്തവരാണ്. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി ആരെങ്കിലും മണ്ടത്തരം കാണിച്ചു കഴിഞ്ഞാൽ ഒറ്റോടത്തിനെ ഞാൻ വെറുതെ വിടില്ല. ആരെങ്കിലും എറിയുമ്പോ കൂട്ടത്തില് സമൂസ എറിഞ്ഞൂടെ? പ്ലീസ്. ഈ നാടകം നമുക്ക് കളിച്ചേ മതിയാകൂ. കാരണം നമ്മള് ടിക്കറ്റുകളെല്ലാം വിറ്റ് കഴിഞ്ഞു. പൊളിച്ചെടുത്തല്ലോ. എനിക്കാണെങ്കിൽ തലവേദനിച്ചിട്ട് വയ്യ. നമുക്ക് ഈ ആക്ടിങ് ഒന്നും ശരിയാവില്ല. നിങ്ങൾ വേറെ വല്ല സലീമിനെ അന്വേഷിച്ചോളൂ കേട്ടോ. ഇനി മറ്റൊരു സലീമിന് നമ്മൾ എവിടെ അന്വേഷിക്കും? വെറും വയറ്റിൽ എന്റെ ബുദ്ധി ഒരിക്കലും പ്രവർത്തിക്കില്ല. പത്ലു, നീ ആലോചിക്ക്. ഐഡിയ. ഡോക്ടർ ജഡ്ക, നിങ്ങൾ പണ്ടൊരു റോബോട്ട് ഉണ്ടാക്കിയില്ലേ? അതിന് നമുക്ക് സലീമാക്കാൻ പറ്റുമോ? പത്ലു, എന്റെ കൂട്ടുകാരാ, എന്റെ അനിയ, ഞാൻ ഉണ്ടാക്കിയ റോബോട്ടിന് ഡയലോഗ് വരെ പറയാൻ കഴിയും. സ്ക്രിപ്റ്റ് ഫീഡ് ചെയ്താൽ മാത്രം മതി. ഇപ്പൊ കൊണ്ടുവരാം. എന്റെ മോട്ടു, ഇതിലേക്ക് ഡയലോഗ് എല്ലാം ഫീഡ് ചെയ്യ. അനാർക്കലിയെ ഭാരതത്തിന്റെ രാജ്ഞിയാക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. രാജാവേ, ഞാൻ കല്യാണം കഴിച്ചാൽ അനാർക്കലി അല്ലാതെ വേറെ ആരെയും കല്യാണം കഴിക്കില്ല. രാജാവേ, ഞാൻ സലീമിനെ മാത്രമേ കല്യാണം കഴിക്കൂ. എനിക്ക് വേറൊരാളെ ചിന്തിച്ചു നോക്കാൻ പോലും കഴിയില്ല. ഞാൻ ഡാൻസ് കളിക്കുന്ന പെൺകുട്ടി ആയതുകൊണ്ട് എന്താ കുഴപ്പം?
ഓ നിർത്ത ഇവൻ എല്ലാവരുടെ ഡയലോഗും ഒറ്റയ്ക്ക് പറഞ്ഞു തീർക്കുവാണല്ലോ മോട്ടു. നീ എല്ലാവരുടെയും ഡയലോഗ് ഇതിനകത്തേക്ക് ഫീഡ് ചെയ്തിരുന്നോ? അതെ, ഞാൻ തന്നെയാണ് എല്ലാ സ്ക്രിപ്റ്റും അതിൽ ഫീഡ് ചെയ്തത്. റോബോട്ടെ ശ്രദ്ധിച്ചു കേൾക്കണം. നീ സലീമാണ്, ഇത് അനാർക്കലിയും. നീ സലീമിന്റെ ഡയലോഗ് മാത്രം പറഞ്ഞാ മതി. നീ ആ അനാർക്കലിയെ കൂട്ടിക്കൊണ്ടുപോയി കല്യാണം കഴിക്കേണ്ടതാണ്. എന്നിട്ട് അവളെ രക്ഷിക്കേണ്ടത് നീയാണ്. കേട്ടോളൂ, ഞാനാണ് സലീം. ഈ ലോകത്തിൽ നിന്നും അനാർക്കലിയെ രക്ഷപ്പെടുത്തി എനിക്ക് അവളെ കല്യാണം കഴിക്കണം. ഞാൻ അവളെ ആർക്കും വിട്ടുകൊടുക്കില്ല. ഞാൻ സലീമാണ്. ഈ ലോകത്തിൽ നിന്നും അനാർക്കലിയെ രക്ഷപ്പെടുത്തി എനിക്ക് അവളെ കല്യാണം കഴിക്കണം. കല്യാണോ? റോബോട്ടിനെയോ? വേണ്ട, രക്ഷിക്കണേ. ചിങ്കം സാറേ, ഒന്ന് രക്ഷിക്കണേ. എനിക്ക് കല്യാണം കഴിക്കണം. അല്ലല്ല, റോബോട്ടിനെ തട്ടിക്കൊണ്ട് പോകാന്. Why fear when Chingam is here? നിക്ക്, പത്ലൂനെ വിട്ടേക്ക്. ഞാൻ നിയമത്തിന്റെ ഭാഷയിൽ പറയുന്നു, നിന്നെ ഞാൻ വെറുതെ വിടില്ല. എന്റെ അമ്മോ, തല്ലുകൊണ്ട് ഞാനാകെ അവശനായി പോയി. എന്നെ പഠിപ്പിച്ച ടീച്ചർ പോലും എന്നെ എത്ര തല്ലിയിട്ടില്ല. എന്റെ സമയം തീരെ ശരിയല്ല. ചിങ്കം സാറേ, രക്ഷിക്കണേ. Why fear when Chingam is here? കേറിക്കോ. അല്ല, ഈ മോട്ടോർ ബൈക്ക് എങ്ങനെ ആളില്ലാതെ തന്നെ ഓടി വരുന്നത്? അനാർക്കലി എനിക്ക് രക്ഷിക്കണം. എന്നിട്ട് അവളെ കല്യാണം കഴിക്കണം. രക്ഷിക്കണേ. അനാർക്കലി എനിക്ക് രക്ഷിക്കണം. എന്നിട്ട് അവളെ കല്യാണം കഴിക്കണം. അല്ല, കല്യാണം കഴിക്കാനാണോ അതോ എന്റെ കഥ കഴിക്കാനാണോ പോകുന്നത്? എന്റെ മോട്ടോ, വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യാ, അല്ലെങ്കിൽ പണി പാടും. വെറും വയറ്റിൽ എന്റെ ബുദ്ധി ഒരിക്കലും പ്രവർത്തിക്കില്ല. നീ തന്നെ ആലോചിച്ചോ? വേഗം ആലോചിക്ക്. ഐഡിയ. സലീം, എന്നെ രക്ഷിക്കണേ. തീ തീ രക്ഷിക്കണേ. അനാർക്കലി എനിക്ക് രക്ഷിക്കണം. രക്ഷപ്പെട്ടേ. ഓ, എന്തൊരു ഐഡിയ നിന്റത്. ഇനി നിങ്ങൾക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാം. എന്റെ ഡ്യൂട്ടി സമയം ഇപ്പൊ കഴിഞ്ഞിരിക്കുന്നു. നാളെ രാവിലെ 9 മണിക്ക് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതിന്റെ ഇടയ്ക്ക് വെച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ചിങ്കം സാറ്, നിങ്ങൾ എന്തായി പറയുന്നത്? നിങ്ങൾ പറഞ്ഞതൊക്കെ മറന്നുപോയോ? Why fear? ചിങ്കം is here. സോറി, ഞാനത് മറന്നുപോയി. ഹാൻഡ്സ് അപ്പ്, അല്ലെങ്കിൽ ഭാരതമാതമാണ് സത്യം, ഇന്ത്യ രാജ്യമാണ് സത്യം. ഞാൻ നിന്നെ രക്ഷിക്കണേ. അനാർക്കലി എനിക്ക് രക്ഷിക്കണം. എന്നിട്ട് അവളെ കല്യാണം കഴിക്കണം. ഈ പീരങ്കിന്ന് മാറി ചക്രമായിട്ട് വന്നിട്ട് ഒരു കാര്യമില്ല. നിന്റെ പ്രയത്നം വെറുതെ ആവുകയുള്ളൂ. ഈ ഒരു ചക്രവും കൊണ്ടാണോ നീ അനാർക്കലിയെ കൊണ്ടുപോകാൻ വന്നിരിക്കുന്നത്? എന്റെ അമ്മോ, എന്തൊക്കെ ഇവിടെ ഈ നടക്കുന്നത്? ചിങ്കം സാറേ, ഒന്ന് രക്ഷിക്കേ. ഈ റോബോട്ട് എന്തോ ഒരു കഴിവുണ്ടല്ലോ. ഇതിനെ ഞാൻ വെറുതെ വിടില്ല. ഇതെന്താ മനസ്സിൽ ധരിച്ചു വെച്ചിരിക്കുന്നെന്ന് അറിയില്ലല്ലോ. കുത്തല്ലേ, എന്നെ കുത്തല്ലേ. വേണ്ട വേണ്ട. ഓടിക്കോ മോട്ടോ, ഓടിക്കോ. ഇത് നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നം കൂടിയാ. എത്രയാന്ന് വെച്ചാ പത്രോ ഞാനിങ്ങനെ ഓടുക. ഈ ദുഷ്ടൻ എന്റെ പുറകിൽ നിന്ന് മാറുന്നില്ലല്ലോ. പത്തിലോ സീറ്റ് ബെൽറ്റ് ഒരു നീ ഇവിടുന്ന് ചാടാൻ നോക്ക്. അനാർക്കലി, ഒരിക്കലും ചാടരുത്. ഡേഞ്ചർ, 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 ഡേഞ്ചർ. പത്തിലോ, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ല. നീ വല്ലതും ആലോചിക്കേ. നിനക്ക് ഇനിയെങ്കിലും തോളത്ത് താഴെ ഇറങ്ങിക്കൂടെ? ഇവിടെ എത്രയും സ്ഥലം കാണുന്നില്ലേ? ഓ, സോറി സോറി, ഞാനത് ഈ മറന്നുപോയി. വേഷം ഇപ്പൊ തന്നെ അഴിച്ചു വെച്ചേ മതിയാകൂ. എന്റെ കാര്യം കട്ടപ്പൊകയാ. ഈ അനാർക്കലി വേഷം എനിക്ക് പാരയാ, അതിലൊരു സംശയമില്ല. ബൈ ബൈ. ഗുഡ് ബൈ. ഓ, എനിക്ക് തോന്നുന്നു ഇത് നമ്മളെ വിട്ട് പോവാന്നാ. ബൈ ബൈ റോബോട്ട്. ബൈ ബൈ. ബൈ ബൈ അക്ബർ. ബൈ ബൈ. ബൈ ബൈ അക്ബർ. ബൈ ബൈ. ഇനി എന്തായാലും അവന് നിന്നെ തിരിച്ചറിയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു എന്ന് തന്നെ കരുതാം. മറിച്ചാണെങ്കിൽ ഇവൻ എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് തന്നെ പോകൂ. അനാർക്കലി, അനാർക്കലി എവിടെ പോയി? അനാർക്കലിയോ? അവള് ഡിസ്കോയിന് പോയി. അനാർക്കലി,
അനാർക്കലി എവിടെ പോയി? അനാർക്കലിയെ രക്ഷിക്കണം, എന്നിട്ട് അവളെ കല്യാണം കഴിക്കണം. എനിക്ക് കല്യാണം കഴിക്കണ്ട. എന്റെ മോട്ടോ, എന്തെങ്കിലും ഒന്ന് വേഗം ചെയ്യും മോട്ടോ. ഞാൻ എന്ത് ചെയ്യണമെന്നാ? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ല പത്ലു. നീ തന്നെ ആലോചിക്കൂ. ഐഡിയ, ഇത് വെറും ഒരു റോബോട്ട് അല്ലേ? ഇവന് കല്യാണം എന്നൊക്കെ പറഞ്ഞ എന്താന്ന് അറിയോ? സലീം, ഇത് കേക്ക്. നിനക്ക് എന്നെ കല്യാണം കഴിക്കണമെന്നുണ്ടോ? പറ. കല്യാണം കഴിക്കണം. കല്യാണം എന്ന് വെച്ചാ എന്താ? എനിക്കറിയില്ല. എന്തിനാ കല്യാണം കഴിക്കുന്നേ? എനിക്കറിയില്ല. കല്യാണം ഇവിടെ വെച്ചാ കഴിക്കുക? എനിക്കറിയില്ല. ആരാ കല്യാണം കഴിക്കുന്നത്? എനിക്കറിയില്ല. കല്യാണം എങ്ങനെയാ കഴിക്കുക? എനിക്കറിയില്ല. 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 പൊളിച്ചേ! ഓ, നിങ്ങളിവിടെ ഡാൻസ് കളിച്ചോണ്ടിരിക്കുവാണോ? നിങ്ങളെ ഞാൻ എത്ര നേരമായിട്ട് അന്വേഷിക്കുക. നിങ്ങളിതെന്തായി കാണിച്ചത്? ഞാൻ ഇവന് ലോകത്തുള്ള എല്ലാ ഇൻഫർമേഷൻസും ഫീഡ് ചെയ്ത് കൊടുത്തതാ. ഇനി കണ്ടോ, ഇപ്പൊ അവന് മനസ്സിലായി കല്യാണം ആരാ കഴിക്കുന്നതെന്നും എന്തിനാ കഴിക്കുന്നതെന്നും. ഇവനെ ഇത് മനസ്സിലാക്കിപ്പിക്കാതെ സലീമിന്റെ റോള് ചെയ്യിക്കാൻ കഴിയില്ല. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ കൂട്ടുകാരെ? നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ? കല്യാണം എന്താണെന്ന് എനിക്കറിയാം. കല്യാണം എങ്ങനെയാ കഴിക്കുന്നതെന്നും എനിക്കറിയാം. കല്യാണം ആരാ കഴിക്കുന്നതെന്നും എനിക്കറിയാം. ഓ, എന്റെ കൂട്ടുകാരെ, എന്റെ ചങ്കുകളെ, ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? കല്യാണം എന്താന്ന് എനിക്കറിയാം.